الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وعد الله الحسنى والله بما تعملون خبير. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമുദായത്തിലെ ശ്രേഷ്ഠ സമൂഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള വിഭാഗമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അഥവാ സ്വഹാബികൾ എന്ന് നമ്മൾ വിളിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നവർ. അതൊരു സ്വാഭാവികമായി ഉൾത്തിരിഞ്ഞു വന്ന ഒന്നല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ ദീനിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടത്തിൽ സഹനങ്ങളുടെയും ക്ഷമയുടെയും ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിക്കാൻ ത്വാക്കത്തുള്ള വിഭാഗം ആളുകളെ തെരഞ്ഞെടുത്തതാണ് എന്നാണ് അഹ്ലുസുന്ന പഠിപ്പിക്കുന്നത്. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബീഹി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ ജീവിക്കാൻ, അനുചരന്മാരാകാൻ തെരഞ്ഞെടുക്കപ്പെട്ട വിഭാഗം ആളുകൾ എന്നാണ് പറയുക. അഥവാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അവരായിപ്പോയി, പ്രവാചകൻ്റെ ആ കാലഘട്ടത്തിൽ അവർ ജനിച്ചു ജീവിച്ചു എന്നൊക്കെയുള്ള കേവല ഭൗതിക കാരണങ്ങളല്ല അവരെ വ്യതിരക്തമാക്കി നിർത്തുന്നത് എന്നർത്ഥം. അത് പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് ദാലിക മസലുഹും ഫി തൗറാത്ത് വ മസലുഹും ഫിൽ ഇൻജീൽ. സൂറത്തു ഫത്ഹിലെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നത് പ്രവാചകന്റെ കൂടെയുള്ള വിഭാഗം ആളുകൾ അവർ ആദർശപരമായി ശക്തിയോടുകൂടെ തീരുമാനമെടുക്കുന്ന ആളുകളായിരിക്കും. ഒരു വിട്ടുവീഴ്ചയും കോംപ്രമൈസും ഇല്ലാതെ ആദർശത്തിന്റെ വിഷയത്തിൽ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരായിരിക്കും. അതോടൊപ്പം വിശ്വാസികളോട് ഭയങ്കര ആർദ്രതയോടുകൂടെ പെരുമാറുന്ന വിഭാഗം ആളുകളായിരിക്കും. നിങ്ങൾക്ക് അവരെ റുക്കൂവിൻ്റെയും സുജൂദിൻ്റെയും ഒക്കെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് കാണാം. ഈ വിധത്തിലാണ് അവരുടെ ഉപമകളെക്കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും പരാമർശിച്ചിട്ടുള്ളത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അനുചരന്മാരുടെ വിശേഷണങ്ങളെക്കുറിച്ച് അള്ളാഹു തൗറാത്തിലും ഇൻജീലിലും സംസാരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട വിഭാഗം ആളുകളായിരുന്നു അവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞാൽ
ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി അവൻ ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്താലും സ്വഹാബിയായി വരുന്ന ഒരു വ്യക്തി അദ്ദേഹം ചെലവഴിച്ചതിൻ്റെ മുദ്ദോ അതിൻ്റെ പകുതിയോ പോലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ എത്തില്ല. അല്ലെ, നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മുടെ ജീവിതകാലം മുഴുവൻ തഖ്വ കൊണ്ട് നിബിഡമായി നിഷിദ്ധ കാര്യങ്ങൾ സൂക്ഷിച്ച് ഭയങ്കരമായ വിശ്വാസ ജീവിതം നയിച്ചാലും ആ സ്വഹാബികളായിരുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയെ, ആരെക്കുറിച്ച് നമ്മൾ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന പോലെ നമുക്ക് സുപരിചിതരായ ഇസ്ലാമിന് വേണ്ടി ഒട്ടനേകം സേവനങ്ങൾ അനുഷ്ഠിച്ച പ്രവാചകന്റെ അനുചരന്മാരെ കുറിച്ചല്ല, മറിച്ച് സ്വഹാബിയായി പരിഗണിക്കപ്പെടുകയും ജീവിക്കാൻ അവസരം കിട്ടുകയും ചെയ്ത ഒരു വ്യക്തി, സാധാരണക്കാരൻ, നമുക്കൊന്നും പേരറിയാത്ത ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഉണ്ടല്ലോ, അവരെയും നമ്മുടെ ഉമ്മത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെയും താരതമ്യം ചെയ്യുമ്പോൾ പ്രവാചകൻ പറയാൻ, നമ്മൾ ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്താലും ആ സ്വഹാബികൾ ചെയ്തതിന്റെ പകുതി പോലും എത്തില്ല. അതിന് കാരണമുണ്ട്. ഖുർആൻ പറയുകയാണ്, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ. മക്കം ഫത്തഹിന്റെ മുമ്പ് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയും ചെയ്തവരെ പോലെയല്ല അതിന് ശേഷമുള്ള ആളുകൾ. അവർ തന്നെ അന്തരമുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. കാരണം മക്കം ഫത്തഹ് സംഭവിക്കുന്നതോടുകൂടെ ഇസ്ലാമിന് ശക്തി വന്നു, പ്രവാചകന് ശക്തി വന്നു. ഇസ്ലാം മക്കയും മദീനയും അടക്കമുള്ള ജസീറത്തുൽ അറബിന്റെ കേന്ദ്രമായി ഇസ്ലാം മാറി. അങ്ങനെ ഓരോരോ സമ്പത്തിൻ്റെയും അതുപോലെ തന്നെ നിർവൃതിയുടെയും ആസ്വാദനത്തിൻ്റെയും ഒക്കെ ഒരു കാലത്തേക്ക് ഇസ്ലാം മാറി. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ, പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ, അറുതികളുടെ, കഷ്ടപ്പാടുകളുടെ എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കുമ്പോഴും ഇസ്ലാമിന് വേണ്ടി മുന്നിൽ നിന്ന് പോരടിച്ച ആളുകളാണവർ. അവർ അങ്ങനെ നിന്നതുകൊണ്ടാണ് ഇസ്ലാം നിലനിന്നത്. അതുകൊണ്ട് തന്നെ മക്കം ഫത്തഹിന്റെ മുമ്പും ശേഷവുമുള്ള ആളുകളെ പോലും സമീകരിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ പറയുകയാണ്. ഉലൈക അഅ്ലമു ദറജതൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദി വഖാതൽ. ഇതിന് ശേഷം, മക്കം ഫത്തഹിന് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചവരെക്കാൾ ശ്രേഷ്ഠരാണ് അതിലേറ്റവും മുന്നിലുണ്ടായിരുന്ന ആളുകൾ. അപ്പൊ ഇതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായും പ്രവാചകന്റെ അനുചരന്മാരായി ജീവിച്ച ആളുകൾ രണ്ട് സവിശേഷ ഗുണങ്ങളുണ്ട്. ഒന്ന്, അവർ ജീവിക്കുന്നത് വഹീന്റെ കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, ലോകത്ത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വഹി ഇറങ്ങുന്ന കാലത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ തെറ്റുകൾ വഹീന്റെ അടിസ്ഥാനത്തിൽ തിരുത്തപ്പെടുമെന്നൊരു ഗ്യാരണ്ടിയുടെ കാലഘട്ടത്തിലാണ് സ്വഹാബികൾ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ സ്വഹാബികൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വേദനയും അതായിരുന്നു. അന്നൽ വഹിയ ഖദ് ഇൻതഹത് മിനസ് സമാ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്താൻ, നമ്മുടെ പോരായ്മകളെ മാറ്റിത്തരാൻ, നല്ലതിലേക്ക് നമ്മൾ വീണ്ടും നയിക്കാൻ ആകാശ ലോകത്തു നിന്ന് ഇനി വഹി കിട്ടില്ല എന്നതായിരുന്നു അവരുടെ സങ്കടങ്ങളിൽ ഒന്ന്. അപ്പൊ അതിൻ്റെ ഒരു സുരക്ഷിതത്വത്തിലാണ് സ്വഹാബികളായ ആളുകൾ ജീവിച്ചത്. രണ്ടാമതൊരു കാര്യം, പ്രവാചകന്റെ കൂടെ അവർ ജീവിക്കാനുള്ളൊരു അവസരം അവർക്ക് കിട്ടി. മൂന്നാമത്തെ കാര്യം, ഈ നിലക്ക് ഇസ്ലാമിനെ പടുത്തുയർത്തുന്നിടത്ത് മറ്റാർക്കും എടുക്കാൻ പറ്റില്ലാത്ത, ഇനിയും ഒരാൾക്ക് സാധിക്കാത്ത വിധത്തിൽ റോളുകൾ അവർ ചെയ്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒരു ഉപമയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ആകാൻ, ഒരു ഇന്ന ആളെപ്പോലെ ആകണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ പ്രവാചകന്റെ സ്വഹാബികളെ പോലെയാകാൻ ശ്രമിക്കുക. കാരണം അറിവിൻ്റെ വിഷയത്തിൽ അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. ജീവിത വിജയത്തിൻ്റെ വിഷയത്തിൽ അവരാണ് ഏറ്റവും പരിപൂർണമായ ആളുകൾ. സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത വിഭാഗം ആളുകളാണവർ. ലോകത്തിൻ്റെ സ്രഷ്ടാവ് നിങ്ങൾ ഉത്തമരാണ് എന്ന് ലോകത്തിൻ്റെ സ്രഷ്ടാവ് സർട്ടിഫിക്കറ്റ് കൊടുത്ത വിഭാഗം ആളുകളാണവർ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഒരു മാതൃക സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ പ്രവാചകന്റെ സ്വഹാബികളെ കുറിച്ച് ആ മാതൃകയെ സ്വീകരിക്കട്ടെ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് സഹോദരങ്ങൾ, രണ്ട് കാര്യങ്ങളാണ് ഈ ആമുഖങ്ങൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ഒന്ന്, ഈ വിഭാഗത്തോട് നമുക്ക് ചില ബാധ്യതകൾ ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ സ്വഹാബികളെ ആക്ഷേപിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ കാര്യത്തിലുള്ള സംശയത്തെക്കുറിച്ച് പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല, സബ്ബ് നടത്താൻ പാടില്ല, ആക്ഷേപങ്ങൾ പറയാൻ പാടില്ല. ഒരു മുഅ്മിനെ കുറിച്ച് തന്നെ പറയാൻ പാടില്ല, അത് സ്വഹാബികളെ കുറിച്ച് ഒട്ടും പറയാൻ പാടില്ല. കാരണം അവർ വഹീന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതത്വം ലഭിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവരെ കുറിച്ച് മോശം സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. അൻസാറുകളായ സ്വഹാബികളോടുള്ള സ്നേഹം മനസ്സിലുണ്ടാവുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അവരോട് വിദ്വേഷം, ഇഷ്ടക്കേട് ഉണ്ടാവുക എന്നത് നിഫാക്കിന്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടായി. അതുകൊണ്ട് സ്വഹാബികളായ എല്ലാ വ്യക്തികളോടും ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമുക്ക് സ്നേഹം ഉണ്ടാകണം. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകണം.
അല്ലെ? നമ്മുടെ മുൻഗാമികൾ ഒരാദർശത്തെ സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഏത് ആദർശമാണെങ്കിലും, അത് രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും ഇനി ഒരു പ്രസ്ഥാനമാണെങ്കിലും ഒക്കെ അതിന് ബീജാവാഹം കൊടുത്തവർ, അതിന് നേതൃത്വം കൊടുത്തവർ, മുന്നേ നടന്നവർ, അവരോട് അവന്റെ പിൻഗാമികൾക്ക് സ്നേഹം ഉണ്ടാകുമ്പോഴാണ് ആ ആദർശം തന്നെ ശരിയായ വംശത്തിൽ നടപ്പിലാവുക. അതുകൊണ്ട് നമുക്ക് ഈമാൻ ഉണ്ടോ എന്നതിന്റെ അടയാളം നമുക്ക് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്നേഹമുണ്ടോ, നമുക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹമുണ്ടോ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി ത്വാലിബ് അവരോട് നമുക്ക് സ്നേഹമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കലാണ്. ആ സ്നേഹം വാചികമായി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമല്ല. ആണായാലും പെണ്ണായാലും സ്വഹാബികളിൽ നമുക്ക് മാതൃകകളുണ്ട്, അല്ലെ? പുരുഷന്മാരിൽ മാത്രമല്ല, സ്ത്രീകളെ സംബന്ധിച്ചും അതിൻ്റെ മാതൃകകളുണ്ട്. അപ്പം ആ മാതൃകകൾ ഉൾക്കൊള്ളുന്നിടത്ത് നമുക്ക് ആദ്യം അവരോട് കളങ്കമറ്റ സ്നേഹം ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ഉപ്പ ഇഷ്ടമാണ്, നമുക്ക് നമ്മുടെ ഉമ്മയെ ഇഷ്ടമാണ്, നമുക്ക് ലോകത്തിൽ പലതും ഇഷ്ടമാണ്. ആ ഇഷ്ടങ്ങളുടെ ഗണത്തിൽ ഈ പേരുകളൊക്കെ ഉണ്ടോ എന്നതൊരു പരിശോധന നമ്മൾ നടത്തണം. ഇല്ലേ, നമ്മുടെ ഈമാൻ ദുർബലാവസ്ഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതിൽ അതിരുകടന്നൊരു വിഭാഗം ആളുകളുണ്ട്, അവരോട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ. അവരോട് നന്നേ രൂപത്തിൽ വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റണം, അല്ലെ? അബൂബക്കർ റളിയല്ലാഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവർ മാത്രമല്ല, തുടർന്നു വരുന്ന സ്വഹാബികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവർ സ്വഹാബികളാണോ എന്നറിയാനുള്ള മാർഗം പ്രവാചകന്റെ കൂടെ, ഈമാനോടുകൂടെ പ്രവാചകന്റെ കൂടെ സഹവസിക്കുകയും മരണപ്പെടുമ്പോൾ മുഅ്മിനായി തന്നെ മരണപ്പെടുകയും ചെയ്ത ഒരാൾ സ്വഹാബിയാണ്. ആ സ്വഹാബിയോട് ഒരു തരത്തിലും നമുക്ക് ദേഷ്യമോ ഇഷ്ടക്കേടോ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായാൽ അവന്റെ ഈമാൻ ശരിയല്ല എന്ന് പരിപൂർണമായും നമുക്ക് പറയാൻ പറ്റും. മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എന്തെങ്കിലും മോശം വിചാരിക്കുന്നവന്റെ ഈമാൻ പൂർണ്ണമല്ല. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സ്വഹാബിയാണ്. സ്വഹാബിയായ ഒരു വ്യക്തിയെക്കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അടിസ്ഥാനം ഒന്ന് പ്രമാണം. രണ്ടാമത്തെ സഹോദരങ്ങളെ നമുക്ക് ചിന്തിക്കാലോ, നമ്മൾ ആരാണ്? അവരിൽ വന്ന തിന്മകളെ, അവരിൽ വന്ന പിഴവുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ വിലയിരുത്താൻ നമ്മൾ ആരാണ്? നമ്മൾ ഇന്നത്തെ സുബഹി ജമാഅത്ത് അടക്കമുള്ള നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തിയിട്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി രേഖപ്പെടുത്താൻ ഏൽപ്പിച്ച മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വന്നുപോയ പുഴുക്കുത്തുകൾ അന്വേഷിക്കാൻ നമ്മൾ ആരാണ്? നമ്മളല്ല. പ്രവാചകന്റെ സ്വഹാബികൾക്ക് ശേഷം വന്ന ഒരാൾക്കും അതിനുള്ള യോഗ്യതയില്ല. കാരണം റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റബ്ബ് പറഞ്ഞ ഒരേ ഒരു വിഭാഗം അത് പ്രവാചകന്റെ അനുചരന്മാരായ വിഭാഗം ആളുകളാണ്. അവരിൽ ഒരാളെക്കുറിച്ചും മോശം കരുതാൻ പാടില്ല. ആ മോശം കരുതിയാൽ അവന്റെ ഈമാൻ ദുർബലാവസ്ഥയിലാണ്, നിഫാഖ് അവന് പിടികൂടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ തന്നെ ചില വിഭാഗം ആളുകൾ വളരെ അജണ്ടയോടുകൂടെ വ്യക്തിപരമായി തേജോവധം നടത്തി പ്രയാസങ്ങൾ സൃഷ്ടിച്ച് മോശങ്ങൾ പ്രചരിപ്പിക്കുന്ന മുആവിയ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ, അവർ സ്വഹാബികളാണോ? കളങ്കമറ്റ സ്നേഹം അവരോടുണ്ടാകണം, അവരെ മാതൃകയാക്കാൻ പരിശ്രമിക്കണം. ഇങ്ങനെ അവരെക്കുറിച്ച് മോശം പ്രചരിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാകാം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും ആ പിഴവുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്കെന്ത് യോഗ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരുടെയും പക്ഷം ചേരുന്നില്ല, ഒപ്പം ആരെയും തള്ളിപ്പറയാനും പാടില്ല എന്നത് നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് അഹ്ലുസുന്നയുടെ രീതി. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അവരെ വിശ്വാസത്തോട് ചേർത്ത് മാതൃകയാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് അവരൊക്കെ എത്ര പേരോ ആളുകളുടെ ചരിത്രം അറിയാം എന്നതൊരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ ആണായാലും പുരുഷനായാലും സ്ത്രീ ആയാലും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ നിൽക്കാൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ക്ലോസ് വാച്ച് ചെയ്ത ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥികൾ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവരുടെ കരിയർ, അവരെന്ത് പഠിച്ചു, അവരെന്ത് സമ്പാദിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യർക്കറിയാം, അല്ലെ? അതുപോലെ തന്നെ ഇനി കളിക്കളത്തിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതെങ്കിൽ അതറിയാം, ബിസിനസ്സിലാണുള്ളതെങ്കിൽ അതിലെ വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ അറിയാം. എന്നാൽ മുസ്ലിങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മൾ നിർബന്ധമായും സ്നേഹം പുലർത്തേണ്ട ഒരു വിഭാഗം സ്വഹാബികളെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഓരോ വ്യക്തികളെ കുറിച്ചും എന്തറിയാം? അവരെ മാതൃകയാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ എന്ത് പരിശ്രമം നടത്തുന്നു എന്ന ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം. യഥാർത്ഥത്തിൽ അത് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ഫിത്നകളുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി വന്ന് പറഞ്ഞു എന്ന് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചരിത്രം കാണാം. അബൂബക്കർ സിദ്ദീഖും ഉമറും റളിയല്ലാഹു അൻഹും അവരൊക്കെ ഭരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, വളരെ മനോഹരമായ കാലഘട്ടമായിരുന്നു എന്ന് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു എന്ന്. അപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഒക്കെ അനുചരന്മാരായിട്ടുണ്ടായിരുന്നത് ഞാനും ഉസ്മാനും പോലെയുള്ള സ്വഹാബികളായിരുന്നു. എന്നാൽ എൻ്റെ അനുചരന്മാരായ നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നതാണ് ഞങ്ങളെയും നിശ്ചയിക്കുന്ന ഘടകം എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു എന്നാണ്. മുസ്ലിം സമൂഹം ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഇല്ലായ്മകളും വല്ലായ്മകളും പീഡനത്തിൻ്റെ കഥകളും ഒക്കെ പറയുമ്പോൾ ആ കഥകളൊക്കെ നേരിടാൻ മാത്രം ഈമാനോടുകൂടെ സ്ഥിരതയോടുകൂടെ എന്നൊരു വിഭാഗത്തിനെ അനുവർത്തിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ പിൻപറ്റാൻ, അവരെ മാതൃക പഠിക്കാൻ, അവരെ ചരിത്രം ഉൾക്കൊള്ളാൻ
നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ? യുവാക്കൾ അതിന് ശ്രമിക്കുന്നുണ്ടോ? യുവതികൾ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ചരിത്ര പഠനത്തിൽ നമ്മുടെ സ്വഹാബികളായ ഇത്തരം വിഭാഗം ആളുകൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിൽ മാതൃകയായി എടുക്കേണ്ട ഒരു വ്യക്തിത്വമാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സ്വഹാബിയോട് ഫിദാക ഉമ്മി വ അബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് റളിയല്ലാഹു അൻഹുവിനോടാണ്. എന്താണ് ആ പ്രയോഗം? അത് അറബി ഭാഷയിലെ ഒരു സാധാരണ പ്രയോഗമാണ്. എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഞാൻ നിനക്ക് നൽകി എന്ന് പറഞ്ഞാൽ അത്രമേൽ പോരിശയോടുകൂടെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ പ്രയോഗത്തിനർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് സ്വഹാബിമാരിൽപ്പെട്ട പല ആളുകളും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഫിദാക ഉമ്മി വ അബി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എൻ്റെ ഉമ്മയും ഉപ്പയും നിങ്ങൾക്ക് ഞാൻ ഫിദിയ തരുന്നു എന്ന് പറഞ്ഞാൽ അത് തരാൻ മാത്രം അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്വഹാബിയോട് ഈ പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് അനുചരന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരിക്കൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കയറി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഖാലി, ഇതെൻ്റെ അമ്മാവനാണ്, ഇനി നിങ്ങൾ അമ്മാവന്മാരെ കുറിച്ച് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് എൻ്റെ അമ്മാവനാണ്, ഇതുപോലെ ഒരു അമ്മാവനെ കുറിച്ച് പറയാൻ നിങ്ങൾക്കുണ്ടോ എന്ന് പ്രൗഢിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്ന വ്യക്തിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ശ്രേഷ്ഠതകൾ അദ്ദേഹത്തിനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത സ്വഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പെയ്ത്ത് നടത്തിയത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. 10 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലാണ് എന്നൊരു ഹദീസിൽ എണ്ണി പറഞ്ഞപ്പോൾ സഅദുൻ ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒട്ടനേകം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന സമയം പ്രവാചകന്റെ ജീവന് സുരക്ഷിതത്വം ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. മയ്യഹ്രിസുനി, ആരാണ് എന്നെ സംരക്ഷിക്കുക എന്ന് പ്രവാചകൻ ചോദിച്ചു. രാത്രിയായപ്പോൾ ആയുധത്തിന്റെ ശബ്ദം കേട്ട് പ്രവാചകൻ എഴുന്നേറ്റ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅദുൻ, ഇവിടെ സഅദാണുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ അദ്ദേഹം വന്നു. ആ സമയത്തിലാണ് പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുന്നത്, വല്ലാഹു യഅസിമുക മിനന്നാസ്, ഇനി അള്ളാഹു താങ്കളെ സംരക്ഷിക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഅദ് റളിയല്ലാഹുവിനോട് ഇനി മുതൽ വരേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ നന്മയുടെ വിഷയത്തിൽ നന്നായി മുന്നിട്ട് പോയ ഒരു സ്വഹാബിയാണ്. ഒട്ടനേകം സ്വഹാബിമാരിൽ മാതൃകാ പുരുഷനായ ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മുസ്ലിമീങ്ങൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ച്, ഇദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് നൽകുന്ന ഊർജ്ജത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചനകളില്ല എന്നതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു ദൗർഭാഗ്യകരമായ വസ്തുത. പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹദീദ് ഒരായത്ത്, നമുക്കൊക്കെ പരിചിതമായ ഒരു ആയത്ത് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികളിൽപ്പെട്ട ഒരാളാണ് സഅദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മക്കത്ത് പ്രവാചകൻ അനുഭവിച്ച എല്ലാ പീഡനങ്ങൾക്കും സഅദ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉമ്മ നടത്തിയ പ്രഖ്യാപനമുണ്ട്, സഅദ് ഇനി ആ ആദർശം മടങ്ങി വരാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് ഉമ്മ പ്രഖ്യാപിച്ചു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികൾ ഒരാളാണ് സ്വാഭാവികമായും തൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മയെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ആദർശം മാറ്റാൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഉമ്മയാകട്ടെ, നീ ആദർശം വലിച്ചെറിയാതെ ഇനി ഞാൻ അന്നപാനീയങ്ങൾ പോലും സ്വീകരിക്കാതെ മാറ്റി നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തോട് വന്ന് ഇത് സോർട്ട് ചെയ്യണം, ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഉമ്മയുടെ ജീവിതം അപകടത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പറയുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ ഉമ്മക്ക് 100 നഫ്സ് ഉണ്ടാവുകയും ഓരോ നഫ്സും ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ മരണപ്പെട്ടു വീഴുന്നത് ഞാൻ സാക്ഷിയാകേണ്ടി വന്നാലും ഈ ആദർശത്തിൽ നിന്ന് മടങ്ങി വരിക എന്നത് സ്വപ്നം കാണാൻ കഴിയില്ല, അതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന ആദർശത്തിന്റെ വിഷയത്തിൽ വളരെ ധീരമായ തീരുമാനമെടുത്തു. ആ സമയത്താണ് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങുന്നത്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത്. നിങ്ങളോട് നിങ്ങളുടെ മാതാപിതാക്കൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ താങ്കൾ അത് അനുസരിക്കേണ്ടതില്ല, അതാണ് ശരി. എന്നാൽ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് ദുനിയാവിൽ ഏറ്റവും നന്നായി പെരുമാറുകയും വേണം എന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങാൻ പശ്ചാത്തലമായ കാര്യം അത് സഅദ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിതത്തിലെ മാതൃകയാക്കാൻ പറ്റുന്ന എണ്ണമറ്റ സ്വഹാബികമാരുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. ഈ ചരിത്രം തന്നെ നമുക്ക് നൽകുന്ന പാഠമുണ്ട് അല്ലേ. അദ്ദേഹത്തോട് പഠിപ്പിക്കുന്ന കാര്യം, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഉമ്മയും നിങ്ങൾ നിർബന്ധിച്ചാൽ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. അങ്ങനെ നിർബന്ധിക്കുന്ന ഒരു മാതാവിനോട് പോലും ചെയ്യേണ്ട ബാധ്യത വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടക്കേടുള്ള, വെറുപ്പുള്ള, അവനിലൊരു പങ്കുകാരനുണ്ട് എന്ന് സ്വീകരിക്കാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളോട് പോലും
നന്മയിൽ വർത്തിക്കണമെന്നാണ് സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധ ഖുർആൻ നൽകുന്ന നിർദ്ദേശം. സഹോദരങ്ങളെ, തൗഹീദുള്ള, നിസ്കരിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന ഉമ്മയോടും ഉപ്പയോടും നമ്മൾ കാണിക്കേണ്ട ബാധ്യതയെക്കുറിച്ച് ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെ? തൗഹീദ് സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന് വിരുദ്ധമായൊന്ന് സ്വീകരിക്കാൻ നിർബന്ധിപ്പിക്കുന്ന മാതാപിതാക്കളോട് പോലും നന്മയിൽ വർത്തിക്കണം, അവർക്ക് ഭൗതികമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അനുസരിക്കണം, അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, മറുപുറം തൗഹീദിൽ അധിഷ്ഠിതമായി ഇസ്ലാം സ്വീകരിച്ച് ഈ ഖിബ്ലക്ക് നേരെ നിന്ന് തിരിഞ്ഞ് നിസ്കരിക്കുന്ന, സുജൂദ് ചെയ്യുന്ന മാതാപിതാക്കളോട് എത്രമാത്രം ഗൗരവത്തിൽ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണമെന്ന് സഅദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ തരുണത്തിൽ സ്വഹാബിമാരുടെ ചരിത്രം പഠിച്ച് ഉൾക്കൊള്ളുന്നിടത്ത് നമുക്കൊരു ഒരു വർദ്ധിതമായ ഊർജവും ആവേശവും നമ്മൾ കണ്ടെത്തണം. അതിലാണ് നമുക്ക് ഇരുലോകത്തുമുള്ള വിജയമുള്ളൂ എന്ന് തിരിച്ചറിയണം. റഹ്മാനായ റബ്ബ് ആ നന്മയുടെ പാന്താവിൽ അവരുടെ പിൻഗാമികളായി ചേരാനുള്ള സൗഭാഗ്യത്തെ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഈ സഅദ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് ഗുണപാഠമുള്ള മറ്റൊരു സംഭവം കൂടെ ഉണ്ടാകുന്നത്, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെടുന്നത് മദീനയിൽ നിന്ന് കുറച്ചല്പം ദൂരത്തുള്ളൊരു പ്രദേശത്താണ്. പക്ഷെ അദ്ദേഹത്തെ കബറടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരൊക്കെ കബറടക്കപ്പെട്ട മദീനയുടെ പള്ളിയോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്ന ബക്കയിലാണ് അദ്ദേഹം കബറടക്കപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കബറടക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പ്രവാചകന്റെ വീട്ടിന് മുന്നിൽ, അഥവാ ആയിഷ ബീവിയുടെ വീട്ടിന് മുന്നിൽ നിർത്താനും ആവശ്യപ്പെടുകയും അവർക്ക് വേണ്ടി അവിടെ വെക്കുകയും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള പ്രവാചക പത്നിമാരടക്കമുള്ള സ്ത്രീകൾ, സ്വഹാബ വനിതകൾ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്നും നമുക്ക് കാണാൻ പറ്റും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ചു പോകുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു അവസാനത്തെ ഒരു അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖാണത്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ആവശ്യപ്പെട്ട് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണ്ടായി. അപ്പം നമുക്കറിയാം, അവസാന മയ്യത്ത് നിസ്കാരം ഒരു മുഅ്മിന് കിട്ടുക എന്ന് പറയുന്നത് അത് അള്ളാഹു സ്വീകരിക്കുന്ന ശഫാഅത്താണ് എന്ന് പറയണ്ടായി. അത് തന്നെയും വേണ്ടപ്പെട്ട ആളുകളുടെ, അഥവാ അള്ളാഹുവിനോട് അടുപ്പമുള്ള, തൗഹീദുള്ള, ഇഖ്ലാസുള്ള, തഖ്വയുള്ള ആളുകൾ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് ഒരു സ്വീകാര്യതയാണ്. ആ നിലക്ക് സ്വീകാര്യത കിട്ടും എപ്പോൾ? ജീവിതം അള്ളാഹുവിന് വേണ്ടി ക്രമീകരിക്കുമ്പോൾ. രണ്ടാമതൊരു കാര്യം, നമ്മുടെ നാട്ടിൽ മയ്യത്ത് നിസ്കാരം സ്ത്രീകൾ നിസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നിടത്ത് ചില ചർച്ചകളൊക്കെ ചില മരണ വീടുകളിൽ വളരെ ദൗർഭാഗ്യകരമായി നടക്കാറുണ്ട്. അത് പറ്റും എന്ന് പറയാൻ പണ്ഡിതന്മാർ തെളിവ് പറയുന്ന സംഭവമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കാരം ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് അവസരം ചോദിച്ചു വാങ്ങി അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു എന്ന് ചരിത്രത്തിൽ അനിഷേധ്യമായി നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തജാബു ദഅവ എന്ന് പറഞ്ഞ വിഭാഗംപ്പെട്ടതിൽപ്പെട്ടതാണ്, സ്വഹാബികൾപ്പെട്ടതാണ് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള, നിർബന്ധമായും റബ്ബ് ഉത്തരം കൊടുക്കുന്നവരിൽ പെട്ടതാളാണ് സഅദ് റളിയല്ലാഹു അൻഹു എന്ന് സൂചിപ്പിച്ച സ്വഹാബിയാണ് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു. ഇത്തരത്തിൽ സ്വഹാബിമാരുടെ ചരിത്രം പഠിക്കുന്നിടത്ത് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കണം. ഇന്ന് പുതിയ കാലത്ത് അതിന് ഒരുപാട് അവസരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ കാലത്ത് ഒരു ഫിത്നയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കണമെന്ന് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഹാബികൾക്കിടയിൽ കൊടിയ ഫിത്ന നിലനിന്നിരുന്ന ഒരു കാലത്ത് സഅദ് റളിയല്ലാഹുവിന്റെ സ്റ്റാൻഡ്, അദ്ദേഹം ഒരു നിലക്കും ആരോടും സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, വാളിന് നാവുണ്ടാവുകയും എന്നിട്ടത് ഇന്നയാൾ മുസ്ലിം, ഇന്നയാൾ കാഫിറാണ് എന്ന് പറയുകയും ചെയ്യാത്തിടത്തോളം കാലം ഇതിൻ്റെ ഒരു ഭാഗം ചേർന്ന് യുദ്ധം ചെയ്യാൻ എനിക്ക് സാധ്യമല്ല എന്ന് അദ്ദേഹം പറയാ ചെയ്തത്. അഥവാ ഫിത്നയിൽ നിന്ന് അദ്ദേഹം എന്താക്കിയിരുന്നു? അദ്ദേഹം സ്വയം സംരക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അഥവാ സൂചിപ്പിച്ചു വരുന്നത്, ഈ കാലത്ത് നമുക്ക് കണ്ണു തുറന്നാൽ അരുതാത്തത് കാണാൻ വിധിക്കപ്പെടുന്ന ഒരു കാലത്ത്, നമ്മുടെ ചുറ്റുപാടിലും അധാർമിക പ്രവർത്തനങ്ങൾ ഒരുപാട് ഉള്ളൊരു കാലഘട്ടത്ത് എങ്ങനെയാണ് ഒരു യൗവന കാലഘട്ടത്തിൽ ഈമാനിൽ അധിഷ്ഠിതമായി ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുക? അതിന് ഈ സ്വഹാബിമാരുടെ ചരിത്രം വല്ലാത്ത ആ ഊർജ്ജവും ആവേശവും നമുക്ക് നൽകും. അത് വായിക്കാനും പഠിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുള്ള ഒരു കാലത്ത് നമ്മൾ അതൊക്കെ വിനിയോഗിക്കുന്നുണ്ടോ എന്നൊരു സൂക്ഷ്മമായ ആലോചന നമ്മൾ നടത്തണം. അത് വിനിയോഗിക്കണം. അതിലാണ് നമുക്ക് നന്മയുള്ളത് എന്ന് തിരിച്ചറിയണം. റഹ്മാനായ റബ്ബ് ആ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ പാതയിൽ
അണിനിരന്ന് അവരുടെ പിന്നാലെ സ്വർഗ്ഗപ്രവേശനം സാധ്യമാകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ സബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മരണവേളയിലും ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും നേരിടുന്ന ഫിത്നകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മസീഹ് ദജ്ജാലിൻ്റെ വമ്പിച്ച ഫിത്നയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പ്രവാചകന്മാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ നിലക്കുമുള്ള ശിക്ഷകളിൽ നിന്ന്, ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഅഅമാലനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്രിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.